ടാറ്റ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അധിക്ഷേപവും ആക്രമണവും ഒക്കെ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തു. നാസിക്കിലാണ്. ടാറ്റയുടെ ഒരു സ്ഥാപനമായപ്പോൾ അത് കേട്ട് ആദ്യം തോന്നി മയക്കുമരുന്ന് കച്ചവടവും മയക്കുമരുന്ന് കള്ളക്കടത്തും നടത്തി ഉണ്ടാക്കിയ പൈസ കൊണ്ട് കെട്ടിപ്പടുത്ത ടാറ്റയുടെ സാമ്രാജ്യത്തിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും നടക്കുമെന്നുള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൽക്കട്ടയിൽ നിന്ന് ചൈനയിലേക്ക് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയാണ് ഈ ടാറ്റ ആദ്യമായിട്ട് പൈസക്കാരനായത്. എന്നിട്ട് ആ പൈസ കൊണ്ട് ബോംബെയിൽ വന്നിട്ട് പിന്നെ വലിയ ചാരിറ്റബിൾ പ്രവർത്തനവും കോളേജ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ജാംഷഡ്പൂർ ട്രൈബൽ മേഖലയിൽ പോയി അവിടെ സ്റ്റീൽ ഫാക്ടറി തുടങ്ങി. അങ്ങനെ പിന്നെ മുകളിലോട്ട് വന്നു. അപ്പോൾ ടാറ്റയുടെ ഏറ്റവും വലിയ IT വിങ്ങാണ് ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, TCS എന്ന് പറയുന്നത്. ഏറ്റവും അധികം എംപ്ലോയ്മെൻറ്റ് IT മേഖലയിൽ നൽകുന്ന ഒരു സ്ഥാപനമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ നാസിക് ഓഫീസിലാണ് ഈ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നിട്ടുള്ളത്. അതും ടാറ്റ റിപ്പോർട്ട് ചെയ്തതല്ല. ടാറ്റ ഇതൊക്കെ മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കത്തുള്ളൂ. കാരണം അവരുടെ ഒരു തുടക്കമെന്ന് പറയുന്നത് മയക്കുമരുന്ന് കള്ളക്കടത്തായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് അത്രയൊക്കെ ഒരു മൂല്യങ്ങളുള്ളൂ. ആ തൊഴിൽ ഉടമയോ അല്ലെങ്കിൽ അവിടുത്തെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടോ കേസെടുത്തിട്ടോ അല്ല, അവിടുത്തെ പോലീസ് സ്ത്രീകൾ ഈ സ്ഥാപനത്തിൽ പോയി കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അങ്ങനെയാണത് വെളിയിലേക്ക് വന്നത്. അപ്പോൾ ഈ തൊഴിൽ സ്ഥലത്തെ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതൊരു പ്രശ്നമായിട്ട് കണ്ടത് 1997 സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ അത് ഒരു NGOയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയെ ഗ്യാങ് റേപ്പ് ചെയ്തതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന ആ ഒരു ജഡ്ജ്മെൻറ്റ് 97 വന്നു. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിലാണ് ഈ ജോലി സ്ഥലത്തെ സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്താണ് എന്നുള്ള നിർവചനം വന്നു. അതുപോലെ ഈ ജോലി സ്ഥലത്തെ ജോലി കൊടുക്കുന്നയാൾ, അതായത് ഈ ഒരു കാര്യത്തിലാണെങ്കിൽ ടാറ്റയുടെ ഉത്തരവാദിത്തം എന്താണ്, ടാറ്റയുടെ CEOയുടെയും ടാറ്റയുടെ ബോർഡിൻ്റെ ചെയർമാൻ്റെയൊക്കെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളതൊക്കെ ഈ 1997 സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ ഗൈഡ് ലൈൻസായിട്ട് ഇറക്കി. അപ്പോൾ ഈ 97 ഈ ഗൈഡ് ലൈൻസ് ഇറക്കിയപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയത് കൊച്ചിയിലാണ്. അന്ന് ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. കൊച്ചി സിറ്റി പോലീസും അതുപോലെ രാജഗിരി കോളേജിലെ ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ സെലിൻ സണ്ണിയും എറണാകുളത്തെ IMGയുടെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ നീനയും കൂടെ ചേർന്നിട്ടാണ് ഒരു ആദ്യമായിട്ട് ഇന്ത്യയിലെ ഈ വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹരാസ്മെൻറ്റിനെ പറ്റി ഗവേഷണം നടത്തി. 220ഓളം ഓർഗനൈസേഷൻസിലാണ് ആ പഠനം നടത്തിയത്. ഇതെങ്ങനെയാണ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഉണ്ടോ, അത് എങ്ങനെയാണ് നടക്കുന്നത്, ഏതെല്ലാം തരത്തിലുണ്ട് എന്നൊക്കെയുള്ളതായിരുന്നു ആ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ ഒരു പരിശീലന പരിപാടി കൊച്ചിയിൽ ആണ് തുടങ്ങിയത്. അപ്പോൾ ഈ വിശാഖ ജഡ്ജ്മെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസിൽ ഉള്ള കാര്യങ്ങളനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് കൊച്ചിൻ സിറ്റിയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സെക്ഷൽ ഹരാസ്മെൻറ്റിനെതിരെയുള്ള നടപടികൾ കൊച്ചിൻ സിറ്റിയിലാണ് നടന്നത്. പിന്നീടത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിച്ചു. കൊച്ചിൻ സിറ്റിയിൽ നടത്തിയ ആ ഒരു പരിശീലന പരിപാടികളൊക്കെ പലയിടത്തും അതേ സിലബസും അതേ കാര്യങ്ങളും തന്നെ കോപ്പി അടിച്ചിട്ടുണ്ട്. അല്ല അവർ അത് റെപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ തൊഴിലുടമയുടെ ഡ്യൂട്ടി എന്താണ് എന്ന് ഈ 97 മുതൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 5 കാര്യങ്ങളുണ്ട് തൊഴിലുടമ ചെയ്യേണ്ടത്. 1, ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് തടയണം, പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നടന്നു അതിനുശേഷം എന്തെങ്കിലും കേസെടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുടമയുടെ വീഴ്ചയാണ്. അത് തൊഴിലുടമ അങ്ങനെ ഒരു കാര്യം, കാരണം ഇത് ഒരു സ്ത്രീകൾ വൾണറബിളാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും തൊഴിലുടമയ്ക്ക് തന്നെയുണ്ട്. അവിടുത്തെ CEOയ്ക്കും അവിടുത്തെ MDയ്ക്കും അതിൻ്റെ ചെയർമാനും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇനി രണ്ടാമത്, സ്ത്രീകൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, സേഫായിട്ടുള്ള, സുരക്ഷിതമായിട്ടും ഉള്ള ഒരു ജോലി സ്ഥലം ഒരുക്കുക എന്നുള്ള ഉത്തരവാദിത്വവും ഈ എംപ്ലോയറുടെയാണ്. മൂന്നാമത്, ഈ ഏതെങ്കിലും സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ആക്ഷേപമുണ്ടായാൽ ഒരു ഗ്രീവൻസ് കമ്മിറ്റി അവിടെ ഉണ്ടാവണം. അതിന് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി അല്ല ഇൻറ്റേർണൽ കമ്മിറ്റി എന്നൊക്കെ പേര് പറയും. അതൊരു സീനിയറായിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കണം അത് ഹെഡ് ചെയ്യുന്നത്. പുറത്തുനിന്ന് ഉള്ള ഒരു സന്നദ്ധ സംഘടനയെന്നോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റോ ആയുള്ളൊരു തേർഡ് പാർട്ടി മെമ്പർ അതിനകത്തുണ്ടാകണം. ഇതൊക്കെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം, ഈ എംപ്ലോയർ, തൊഴിലുടമ ഈ ജോലി സ്ഥലത്ത് ഏതെല്ലാം തരത്തിലുള്ള
ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് ഉണ്ടാകാം, അതുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്, ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയെ പറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അവെയർനെസ്, അതായത് ഒരു ബോധവൽക്കരണം നടത്തണം എന്നുള്ളത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ്. ആ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പരിശീലന പരിപാടികളും നടത്തേണ്ടതുണ്ട്. ഇനി 5ാമത്തെ കാര്യമാണ് ഒരു ആനുവൽ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട്. ഈ തൊഴിലിടങ്ങി എത്ര പരാതി കിട്ടിയിട്ട് എന്ത് ചെയ്തു, എന്ത് നടപടിയെടുത്തു, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നടപടികളെടുത്തു, അവയർനെസ് ക്രിയേഷന് വേണ്ടി എന്ത് നടപടിയെടുത്തു, അതുപോലെ സേഫ് വർക്ക് പ്ലേസ് സ്ത്രീകൾക്കാകാൻ വേണ്ടി എന്ത് നടപടിയെടുത്തു എന്നുള്ള കാണിച്ചിട്ട് ഒരു വാർഷിക റിപ്പോർട്ട് തൊഴിലുടമ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ ടാറ്റ കൺസ്യൂമർ സർവീസ് അല്ലെ ടാറ്റ ഇതിലെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും 97 മുതലുള്ള ഈ സുപ്രീം കോടതി നിർദ്ദേശങ്ങളെ ലംഘിച്ചിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്, ടാറ്റ TCSൻ്റെ ചെയർമാനും അതിൻ്റെ. കാരണം ഇതിൻ്റെ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാണെന്നൊക്കെ ഉള്ളത് പിന്നീട് നിർവചനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരും, അതിൻ്റെ ചുമതലക്കാരെല്ലാവരും വരും. അപ്പോൾ അവരൊക്കെ എംപ്ലോയറാണ്, ആരാണ് തൊഴിൽ കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അവരെല്ലാം ഉത്തരവാദികളാണ്. പിന്നീട് ഈ ഗൈഡ് ലൈൻസ്, അത് ഈ സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ വാക്കുകൊണ്ടാകാം, വെർബൽ, ഇല്ലെങ്കിൽ നോൺ വെർബൽ ആംഗ്യം കൊണ്ടും ആകാം. അപ്പോൾ അത് ഒരു സ്ത്രീക്ക് അരോചകമായിട്ട് മോശം തോന്നുന്ന കാര്യങ്ങൾ ആംഗ്യം കൂടെയോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ വിശാഖ ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി തന്നെ അതിൻ്റെ ഒരു നിർവചനം വന്ന് തന്നിരുന്നു. ഇനി 2013 ഇതിൻ്റെ നിയമമായിട്ട് വരുന്നത്, പോഷ് ആക്ട് എന്ന് പറഞ്ഞിട്ട്. 2013 നിയമമായപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നിയമത്തിൻ്റെ ഒരു ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിലെ സെക്ഷൻ 4ഉം 5ഉം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കോഗ്നിസബിൾ ഒഫൻസായി, അത് നോൺ ബെയിലബിളായി ചില നിയമങ്ങളുണ്ട്. അപ്പോൾ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യമായിട്ട് ഇത് പിന്നീട് മാറി 2013 ശേഷം. അതിൻ്റെ പിന്നീട് അമെൻമെൻറ്റ്സൊക്കെ പിന്നീട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ വർക്ക് പ്ലേസ് എന്താണ് ഈ തൊഴിൽ സ്ഥലം എന്ന് പറയുന്നതിനുള്ള നിർവചനങ്ങൾ ഈ പോഷ് ആക്ട് വന്നതിന് ശേഷം വന്നു. അപ്പോൾ ആ തൊഴിൽ സ്ഥലം എന്ന് പറയുന്നത് 10ൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നൊരു സ്ഥലം, അതുപോലെ ഇത് പ്രൈവറ്റ്, അതുപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം വരും, ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള സ്ഥാപനങ്ങളും വരും. അതുപോലെ ആ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന റെഗുലർ എംപ്ലോയീസ് മാത്രമല്ല, അവിടെ അപ്രൻറ്റീസായിട്ടോ അല്ലെങ്കിൽ ഡെയിലി വേജസിലോ അല്ലെങ്കിൽ ഒരു കരാറടിസ്ഥാനത്തിലോ ശമ്പളമൊന്നുമില്ലാതെ വോളണ്ടറി ആയിട്ടോ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവരും അതിൻ്റെ പരിധിയിൽ വരും. അതുപോലെ ആ ജോലി സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുന്ന ബസ്സോ അല്ലെങ്കിൽ വണ്ടിയിലോ കൊണ്ടുപോയി വിടുന്നുണ്ടെങ്കിൽ അതുപോലും ആ ട്രാൻസ്പോർട്ടേഷനും പോലും വർക്ക് പ്ലേസിൻ്റെ ഡെഫിനിഷനിൽ വരുമെന്നുള്ളത് ആണ് നിയമം. അപ്പോൾ ഒരു തൊഴിലുടമയുടെ ഉത്തരവാദിത്വം, ആ ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് തൊഴിലുടമ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് പോലും തൊഴിലുടമയ്ക്കാണ് ഉത്തരവാദിത്വം സുരക്ഷിതമായിട്ട് ഏതെങ്കിലും അതിക്രമം ഉണ്ടാകാതെ ജോലി സ്ഥലത്ത് എത്തിക്കുകയും അതുപോലെ തിരിച്ച് കൊണ്ടുപോയി വിടുക എന്നുള്ളതും ഈ പറഞ്ഞ തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഈ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അന്വേഷിച്ചാൽ വരെ 90 ദിവസത്തിനകം അന്വേഷിക്കണം. അതുപോലെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടപടി 60 ദിവസത്തിനകം എടുക്കണം എന്നൊക്കെയുള്ള നിബന്ധനകളൊക്കെ പിന്നീട് വന്നു. അപ്പോൾ ഈ പോഷ് ആക്ട് 2013 ശേഷം ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ 1997 ശേഷം സുപ്രീം കോടതി തന്നെ ഗൈഡ് ലൈൻസ് ഉള്ളപ്പോൾ, ഇപ്പോൾ അത് കോഗ്നിസബിൾ നിയമം ഉള്ളപ്പോൾ, തൊഴിലുടമ ചെയ്യേണ്ട ഡ്യൂട്ടികൾ, കർത്തവ്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിയമത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ എന്തുകൊണ്ട് ടാറ്റയെ പോലെയുള്ള വലിയൊരു കമ്പനിയിൽ, ആയിരക്കണക്കിന് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ കുറേ നാളുകളായിട്ട് ഈ ഹരാസ്മെൻറ്റ് നടന്നിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റും അവിടുത്തെ ചെയർമാനും ബോർഡിലെ അംഗങ്ങളും ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് വിശ്വസിക്കാനാണ്?